കർക്കിടകത്തിൻ്റെ പ്രാധാന്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കർക്കിടകത്തിന് നമ്മുടെ രീതിയിൽ നമ്മളതിനെ ഒന്ന് ചിന്തിക്കണം. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കർക്കിടകത്തിൻ്റെ പ്രാധാന്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെ തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ മാസമായിട്ടാണ് അവർ പറയുക, അവർ ചിന്തിക്കുന്നതൊക്കെ വേറെ ആയിരിക്കാം. കർക്കിടകം കേരളത്തിലെ സംബന്ധിച്ചോളം എന്താണ്, പഴയ കാലം തൊട്ട് മഴയുടെ ഒരു കാലഘട്ടമാണ്. അതായത് വറുതിയുടെ കാലഘട്ടമാണ്. ഒരു കൃഷിയും ഒരു കാര്യങ്ങളും ഇല്ല, കൃഷി ചെയ്യാൻ കഴിയില്ല, വരുമാനമില്ല, പട്ടിണിയാണ്, മഴയാണ്, പുറത്തിറങ്ങി വേറെ പണിക്കൊന്നും പോകാൻ കഴിയില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാലഘട്ടത്തിൽ കുടുംബത്ത് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ചിന്ത. പിന്നെ ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കാലമാണ്. ഒരു അവസാനത്തെ കാലവും ആദ്യത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം നമുക്കെപ്പോഴും വേറുന്നുണ്ട്. ഇതങ്ങോട്ട് തീർന്നു, ഈ വർഷം അങ്ങ് തീരാറാവുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. കാരണം വേറുന്നുണ്ട്, ഇനിയൊന്നും ഈ വർഷം ചെയ്യാനില്ല. അപ്പോഴേക്കും നമ്മൾ മാനസികമായിട്ട് ഒരു മടുപ്പ് നമ്മളിൽ വരും. നമുക്കെപ്പോഴും തുടക്കത്തിലുള്ള എനർജി പലപ്പോഴും നമുക്ക് ഒടുക്കം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ തുടക്കം എന്നുള്ളത് നമ്മൾ ചിങ്ങത്തിലാണെങ്കിൽ കർക്കിടകമാകുമ്പോഴത്തേക്കും അത് ഒരു ദാരിദ്ര്യത്തിൻ്റെ സമയവും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടില്ല, മാനസികമായിട്ടില്ല, മഴയാണ്, പണിയില്ല. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കൂടുതൽ ചെയ്യുക? ഈശ്വരഭജനം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ചെയ്യുക. കാരണം ഇല്ലാത്ത സമയത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്തി ഉണ്ടാവുക. ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മൾ ശരിക്കും ഈശ്വരനെ വിചാരിക്കുക. ബുദ്ധിമുട്ടില്ലാതെ സന്തോഷമായിട്ടിരിക്കണപ്പോൾ എത്ര പേരാണ് ഈശ്വരനെ ഭജിക്കുക? കാരണം അവിടെ വേർന്നുണ്ട് സന്തോഷിക്കാൻ നമുക്ക് 100 കാരണങ്ങളും 100 കാര്യങ്ങളുണ്ട്. ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഈശ്വരനെ വിളിക്കും. അപ്പോൾ ഈശ്വരനെ തന്നെ അങ്ങ് ഭജിക്കുക. ഈശ്വരാ, എന്നെ രക്ഷിക്കണേ, എനിക്കിനി അടുത്ത മാസം തൊട്ട് അടുത്ത വർഷം എങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥനയായി. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വാഭാവികമായിട്ടും പഴയ പൂർവ്വകാലം തൊട്ട് എന്താ പറയുക, ഏറ്റവും എളുപ്പമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭക്തിമാർഗം എന്ന നിലയ്ക്ക് ആണ് അധികവും രാമായണം പാരായണം ചെയ്ത് പോവുക പല കുടുംബത്തിലും. അധ്യാത്മരാമായണം വളരെ സിമ്പിളാണ്, ആധ്യാത്മിക രാമായണം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന സിമ്പിളാണ്. തീർച്ചയായിട്ടും. കാരണം മറ്റ് പുരാണങ്ങളെല്ലാം സംസ്കൃത ഭാഷയിലായിരുന്നപ്പോൾ അധ്യാത്മരാമായണം മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയിൽ ഇവിടെ എഴുത്തച്ഛൻ തയ്യാറാക്കി.